കിളിമാനൂർ തട്ടത്തുമലയിൽ മറിഞ്ഞ ടാങ്കർ ലോറി 27 മണിക്കൂറിന് ശേഷം ഉയർത്തി. ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയും സംയോജിതമായ ഇടപെടലാണ് വലിയൊരു അപകടം ഒഴിവാക്കി തന്നത്. പ്രദേശത്തെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം KSEB തുടങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരം ഭാഗത്തേക്ക് പെട്രോളിയം ഉൽപ്പന്നവുമായി പോവുകയായിരുന്ന ടാങ്കർ ലോറി ഇന്നലെ പുലർച്ചെ 2 മണിയോടെയാണ് കിളിമാനൂർ തട്ടത്തുമലയ്ക്ക് സമീപം അപകടത്തിൽപ്പെട്ടത്. 27 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ടാങ്കർ ലോറി ഉയർത്തിയത്. ടാങ്കറിലെ പെട്രോൾ പൂർണ്ണമായി നീക്കിയ ശേഷം 2 കൂറ്റൻ ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ദൗത്യം പൂർത്തിയാക്കിയത്. ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീണതാണ്. ഇപ്പോൾ 27 മണിക്കൂറത്തെ ശ്രമഫലമായിട്ട് നമ്മളിപ്പം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, പോലീസ്, ഫയർഫോഴ്സ്, അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളായ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വളരെയധികം സഹകരിച്ചിപ്പം ക്രെയിനിൻ്റെ സഹായത്തോടെ നമ്മളിതിനെ മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള പ്രൊസീജിയർ അവർ പറയും പോലെ BPCLൻ്റെ അധികൃതരുണ്ട്, അവർ പറയും പോലെ. അപകടത്തിൽപ്പെട്ട ടാങ്കറിൽ നിന്ന് ഇന്ധനം നീക്കം ചെയ്യാനുള്ള പോർട്ടബിൾ പമ്പ് കൊച്ചിയിലെ BPCL ആസ്ഥാനത്ത് നിന്നെത്താൻ വൈകിയതാണ് ദൗത്യം നീളാൻ കാരണമായത്. അപകടത്തിൽ പരിക്കേറ്റ എറണാകുളം സ്വദേശികളായ ഡ്രൈവർ അനുരാജ്, ക്ലീനർ ബിനു എന്നിവർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ല. പ്രദേശത്തെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം KSEB ആരംഭിച്ചു. ടാങ്കർ മാറ്റാൻ മുറിച്ചുമാറ്റിയ ലൈനുകൾ വീണ്ടും ബന്ധിപ്പിച്ച ശേഷമേ വൈദ്യുതി വിതരണം സാധാരണഗതിയിലാകൂ. AV ജയശങ്കർ, 24, കൊട്ടാരക്കര.